ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അത് ഈ ഓഫീസ് അറിയാം. അപ്പൊ ഇതിന്റെ ആ തൊട്ട് അവിടെയുള്ള ബിൽഡിങ്സിലൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഇഷ്ടംപോലെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്കറിയാവുന്ന വക്കീലന്മാരെയൊക്കെ വിളിച്ച് ചോദിച്ചു. വളരെ അവരൊക്കെ ഞെട്ടിലാണ്. കാരണം ഒരു ഓഫീസിലും എല്ലാ ഓഫീസിലും പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഈഗോ, പ്രൊഫഷണൽ ജെലസി ഉണ്ട്, എല്ലാം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതുപോലെ ദേഹത്ത് കൈവയ്ക്കുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണാണ് നിന്നെ കൊണ്ട് ഞാൻ തല്ലിയാ നിനക്ക് തിരിച്ച് തല്ലാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പെണ്ണിനെ ചവിട്ടിക്കൂട്ടിയത്. അത്രയും അതിന്റെ മുഖമൊക്കെ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുണ്ടോ? നമ്മൾ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. പ്രത്യേകിച്ച് പണ്ടത്തെ പോലെയല്ല. പെൺകുട്ടികളൊക്കെ എല്ലാ പ്രൊഫഷനിലും മുമ്പോട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോഴും ഈ വക്കീലന്മാരുടെ മേഖലയിൽ മാത്രം ഇങ്ങനെ ഒരു വല്ലാത്ത പുരുഷാധിപത്യമാണ്. ഒരു ഓഫീസിലൊക്കെ ഇത്രയും ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ കുറെ പേരെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ അവരൊക്കെ പറയുന്നുണ്ട്, വളരെ ചുരുക്കം സ്ത്രീ വക്കീലുകൾക്ക് മാത്രമേ അവർക്ക് കുറച്ചും കൂടെ പബ്ലിസിറ്റിയും അവർക്ക് അംഗീകാരവും കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഓരോ പുരുഷ ഓഫീസർമാരുടെ കീഴിലുള്ള ഓഫീസിലിരിക്കുന്ന ആധിപത്യം എടുക്കുന്നിടത്ത് ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. എപ്പോഴും ഈഗോ പ്രശ്നങ്ങളാണ് അതിന്റെ അകത്ത്. ഇതൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരുന്ന ഈ ഒരു നിയമം അറിയാവുന്ന ഒരു മനുഷ്യനാണ് അയാള് നേവിയിലൊക്കെ ജോലി ചെയ്തിട്ട് റിട്ടയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അവിടെയൊക്കെ 10-35 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആവുമല്ലോ. അങ്ങനെ വന്ന് ഇപ്പോഴും ഷിപ്പിലൊക്കെ ഇടയ്ക്ക് പോകുന്ന അങ്ങനെ വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. അയാളാണെങ്കിൽ ഇത്രയും ആ ഒരു ചെറിയൊരു പെൺകുട്ടി ഇതുപോലെ ഒറ്റയ്ക്ക് തല്ലി തിരിച്ചു കിട്ടൂല എന്നുള്ള ഉറപ്പിലാണല്ലോ അയാൾ ഈ ഇത്രയും പരാക്രമങ്ങൾ കാട്ടിക്കൂട്ടിയത്. ഇയാളെ ബാർ അസോസിയേഷൻ തന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ പോലും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാത്ത ഈ അസോസിയേഷനുകളൊക്കെ എന്തിനാണ് എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ വന്ന് ഈ ഓഫീസിൽ വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറയണമെങ്കിൽ എത്ര ഹീനമായിട്ടാണ് അവർ തന്നെ പഠിച്ച നിയമത്തെ അവർ തന്നെ വെല്ലുവിളിക്കുകയാണ്. വളരെ മോശമാണ്. വക്കീലന്മാരുടെ ഭാഗത്ത് നിന്ന് ഉടനെ തന്നെ അവിടെ ന്യായമായിട്ടുള്ള ഒരു നീതി അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും. ആ പെൺകുട്ടിയെ പിന്തുണയ്ക്കുക, വാക്കുകൾ കൊണ്ട് പോലും പിന്തുണയ്ക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുപോലും ചെയ്യാനായിട്ട് ബാർ അസോസിയേഷൻ ഒന്നും തയ്യാറായില്ല എന്നുള്ളത് തന്നെ വളരെ നാണക്കേടാണ്. ഇവരൊക്കെയാണോ ഈ നാട്ടിലെ നീതി മുമ്പോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യർ? ഇവരൊക്കെയാണോ ഈ നാട്ടിലെ വക്കീലന്മാര്? ഒരു പെൺകുട്ടിയെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദനമേറ്റിട്ട് അതിനെ അപലപിക്കാൻ പോലും തയ്യാറാവാത്ത മനുഷ്യര് പകരം പറയുന്നു നിങ്ങൾ ഇവിടെ വന്ന് അയാളെ തൊടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ അയാളുടെ വേർഷൻ പറയുന്നത്. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ എന്തോ ഒരു വഴക്കവിടെ നടന്നു, അതിൽ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ വർത്താനം പറഞ്ഞു, അതുകൊണ്ട് എന്നുള്ള വേർഷനൊക്കെയാണ് ആ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷെ അതൊക്കെ ഒരു കാരണമാണോ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, നിയമങ്ങളൊക്കെ ഇവർക്ക് നന്നായി അറിയുന്നതാണ്. നിയമങ്ങളെല്ലാം കയ്യിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പോലീസിൽ ഏൽപ്പിക്കില്ല, ഒരു കാര്യവും ഇല്ല എന്നുള്ള ഒരു അത്രത്തോളം ഒരു ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത് അല്ലേ? അത് തന്നെ. ഇയാൾക്കറിയാം ഇങ്ങനെയൊക്കെ ഇയാള് നിയമം അറിയാവുന്ന ഒരു പെൺകുട്ടിയായിട്ട് പോലും ആ വക്കീലിനെ അയാൾ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിയമം അറിയാവുന്ന ഒരു വ്യക്തിത്വമായിട്ട് പോലും അയാൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് പ്രകോപിതനാവുമ്പോൾ പെട്ടെന്ന് തല്ലിയാല് അയാൾക്ക് ഇഷ്ടമുള്ളത് അവിടെ ചെയ്യാം. ഇപ്പോഴും ഇങ്ങനത്തെ ഇത്തരം ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരുടെ അടുത്താണോ ഈ ഓരോ മനുഷ്യനും നീതിക്ക് വേണ്ടി പോകേണ്ടത്? ഇതൊക്കെ തിരുത്തപ്പെടേണ്ട. ഇവരൊന്നും ഈ ഫീൽഡിൽ ഇരിക്കാൻ യോഗ്യരല്ല. സത്യത്തിൽ ഈ ജോലിയൊക്കെ ചെയ്യാൻ നമ്മൾ എല്ലായിടത്തും NOC ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന ജോലി ചെയ്യാനായിട്ട് ഇവർക്കൊക്കെ വ്യക്തിപരമായിട്ട് NOC കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ സ്വഭാവമുള്ള ക്രിമിനൽ വക്കീലന്മാര്, അല്ലെങ്കിൽ നേരത്തെ ഓൾറെഡി ഇയാളെ കുറിച്ച് നേരത്തെ കംപ്ലൈന്റ് ഉണ്ട്, അയാൾ തന്നെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അയാൾ എല്ലായിടത്തും രക്ഷപ്പെട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത്തവണ അയാൾ രക്ഷപ്പെടുന്നതായിരിക്കും വിചാരിക്കുന്നത്. കാരണം ഇതുപോലെ അവരുടെ കൂടെയുള്ള വക്കീലന്മാര് തന്നെ പിന്തുണയ്ക്കല്ലേ. ഒരുപാട് നല്ല വക്കീലന്മാര് പറഞ്ഞ അയാൾ ചെയ്തത് വളരെ മോശമാണ്, അയാൾക്ക് ഇനി വക്കീലായിട്ട് ഇരിക്കാനുള്ള യോഗ്യതയില്ല. കാരണം നാളെ ഞങ്ങളെ തേടി വരുന്ന ഒരു മനുഷ്യർക്ക് ഉള്ളിൽ ഈ ഒരു ധാരണയുണ്ട്, അവരിനി പേടിയോടെയല്ലേ അവര് സമീപിക്കുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ സംസാരമുണ്ടായി. അത് ശരിയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പെരുമാറ്റം ഇത് മനുഷ്യർ കണ്ടോണ്ടിരിക്കുകയാണ്. തല്ലി ആ കുട്ടി പുറത്തു വന്ന് സംസാരിക്കുന്നത് ലൈവായിട്ട് എത്രയോ മനുഷ്യർ ഈ തലമുറയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.